ക്വാഡ് സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ട്. അതായത് ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ജപ്പാനും ചേർന്നൊരു സഖ്യം ഉണ്ടായി വരുന്നുണ്ട്, ക്വാഡ് സഖ്യം. അത് ചൈനയുടെ ആക്രമണത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന സഖ്യമാണ്. ഈ സഖ്യത്തിൻ്റെ ഭാവി എന്താണ് എന്ന് ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. സത്യത്തിൽ ഈ സഖ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്കെതിരായിട്ടുണ്ടാകുന്ന ഒരു സഖ്യമാണെങ്കിൽ പോലും ഇത് പൂർണ്ണമായ തോതിലൊരു മിലിറ്ററി അലയൻസ് ആയിട്ട് ഭാവിയിൽ വരികയില്ല എന്നുള്ളതാണ് ബൈബിളിൽ നോക്കുമ്പോൾ, ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനം വെളിപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുമ്പോൾ മാത്രമേ, അതായത് ഈ 4 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു രാജ്യത്തെ ചൈനയെ ആക്രമിച്ചാൽ മാത്രം തിരിച്ച് സംയുക്തമായിട്ട് ആക്രമിക്കുക എന്നുള്ളൊരു നിലപാടിലായിരിക്കും പിന്നെ ഈ സഖ്യം രൂപീകൃതമാകുന്നത്. അതുകൊണ്ട് തന്നെ ചൈന ഒരിക്കലും ഈ പറയുന്ന രാജ്യങ്ങളെ ഒന്നും ഇനിയിപ്പം ആക്രമിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഇന്ത്യയെ ചൈന ഇനിയിപ്പോഴുള്ള കാലഘട്ടത്തിൽ ആക്രമിക്കാനായിട്ട് സാധ്യത തീരെ കുറവാണ്. കാരണം ഇന്ത്യയെ ആക്രമിച്ചാൽ ചൈനയ്ക്കറിയാം അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകും, ഒരിക്കലും പിന്നെ വിജയിക്കാൻ സാധിക്കില്ല. കാരണം മറ്റു രാജ്യങ്ങളെല്ലാം കൂടെ ഇടപെട്ട് കഴിഞ്ഞാൽ, അതുപോലെ ഇന്ത്യയും റഷ്യയും ഇനി ഒരു തന്ത്രപ്രധാന സഖ്യമായിട്ട് നിലനിർത്താനായിരിക്കും മിക്കവാറും ചൈന ശ്രമിക്കുന്നത്, തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി. അതായത് നേരിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാട് സഖ്യം കുറേ കാലം കൂടെ നിൽക്കുമെങ്കിലും ഒരു 1935 ആകുമ്പോഴത്തേനും കാട് സഖ്യം തീർച്ച പ്രവർത്തനരഹിതമായിട്ട് മാറും. ഈ പറയുന്ന പോലെ ഒരു ഉണർവുണ്ടാകുന്ന ഒരു പ്രസ്ഥാനമായിരിക്കും ഈ കാട് സഖ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പിന്നെ ചൈനയുടേതായിട്ടുള്ള ഒരു സഖ്യം കൂടെ ഇനി വരാനിരിക്കുന്നു. ഗോകുമാഗോഗ് നമുക്ക് പേരിട്ട് വിളിക്കാമെങ്കിലും അതൊരു ഹിഡൻ സഖ്യമായിരിക്കും. അതായത് പിന്നെ അതിൻ്റെ അത് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ ആയിരിക്കും. ഉത്തര കൊറിയ ഉണ്ടാവും, ഇസ്ലാമിക രാജ്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ ലീഡർഷിപ്പ് മിക്കവാറും പിന്നെ ഇപ്പോൾ നാറ്റോ സഖ്യത്തിലുണ്ടായിരിക്കുന്ന തുർക്കി നാറ്റോ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകാനുള്ളൊരു സാധ്യത കാണുന്നു. നാറ്റോ സഖ്യത്തിൽ നിന്ന് തുർക്കി 10 വർഷത്തിനുള്ളിൽ തന്നെ 10-15 വർഷത്തിനുള്ളിൽ പുറത്ത് പോയിട്ട് ഈ പറയുന്ന ചൈനയായിട്ട് ചേരും. അതുപോലെ ഇറാന്, അതുപോലുള്ള മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള രാജ്യങ്ങളെല്ലാം പയ്യെ ചൈനയായിട്ട് അടുക്കാനായിട്ടുള്ളൊരു സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാലഘട്ടത്തിൽ ഇന്ത്യയായിട്ട് ഇനിയിപ്പോൾ പരസ്യമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലോ യുദ്ധമോ ചൈനയ്ക്ക് ഉണ്ടായില്ല. 2056 യുദ്ധത്തിന് മുമ്പായിട്ടൊരു വലിയ യുദ്ധം ഉണ്ടായില്ല. ചെറിയ ഉരസലുകളൊക്കെ ഉണ്ടായാൽ പോലും യുദ്ധം ഉണ്ടായില്ല എന്നുള്ളതാണ് ബൈബിൾ പ്രവചനത്തിൽ കാണുന്നത്.